നമസ്തേ. രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സനാതനധർമ്മത്തിനെതിരായ പ്രസ്താവനകൾക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാകുംഭമേള ഐക്യത്തിൻ്റെ ഊർജ്ജവും വിശ്വാസത്തിൻ്റെ സംഗമവുമെന്ന് മോദി. കുംഭമേളയിലെ ആരോഗ്യ പ്രവർത്തകർക്കും ശുചീകരണ തൊഴിലാളികൾക്കും പ്രധാനമന്ത്രിയുടെ പ്രശംസ. ആഗോള ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ച് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണി. ഇടതുപക്ഷ ഭീകരതയെ ചെറുക്കുന്നതിൽ നരേന്ദ്രമോദിക്ക് പ്രശംസ. ദേശീയതയെയും സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും സംരക്ഷിക്കുന്ന നേതാക്കളാണ് മോദിയും ട്രംപുമെന്നും മെലോണി. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥനയോടെ വിശ്വാസലോകം. ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ. ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 242 റൺസ് വിജയലക്ഷ്യം. കുൽദീപ് യാദവിന് 3 വിക്കറ്റ്. ഇന്ന് ജയിച്ചാൽ ഇന്ത്യ സെമിയിൽ, തോറ്റാൽ പാകിസ്ഥാൻ പുറത്ത്. സനാതനധർമ്മത്തെ വിമർശിക്കുന്നവർക്ക് മറുപടിയുമായി പ്രധാനമന്ത്രി. ഭാരതത്തിൻ്റെ ഐക്യത്തെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സംസ്കാരത്തെ തകർക്കുകയാണ് അവരുടെ അജണ്ട. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നാണ് നമ്മുടെ അജണ്ടയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതേസമയം കുംഭനഗരിയിലെ സേവന പ്രവർത്തകർക്ക് നന്ദി പറയുകയും ചെയ്തു പ്രധാനമന്ത്രി. ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാർക്കും അഭിനന്ദനമേകുന്നുവെന്നും ലോകമെമ്പാടുമുള്ളവരുടെ ഹൃദയത്തിൽ മഹാകുംഭമേള ഇടം നേടി ഐക്യത്തിൻ്റെ പ്രതീകമാണ് കുംഭമേളയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. മധ്യപ്രദേശ് ഛത്തർപൂരിൽ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. साथियों, आजकल हम देखते हैं कि नेताओं का एक वर्ग ऐसा है जो धर्म का मखौल उड़ाता है, उपहास उड़ाता है, लोगों को तोड़ने में जुटा है और बहुत बार विदेशी ताकतें भी इन लोगों का साथ देकर देश और धर्म को कमजोर करने की कोशिश करती दिखती है. प्रयागराज के इसी महाकुंभ में इसी सेवा भावना के साथ अनेक विध समाज सेवा के प्रकल्प चल रहे हैं, जिसकी तरफ मीडिया का तो ध्यान जाना बड़ा मुश्किल है, लेकिन ज्यादा चर्चा भी नहीं हुई है. अगर मैं सभी इस सेवा प्रकल्पों की चर्चा करूं तो शायद मेरा अगला कार्यक्रम डिस्टर्ब हो जाएगा. നാരീശക്തിയെ വേറിട്ട രീതിയിൽ ആഘോഷിക്കാനുള്ള നീക്കവുമായി പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര വനിതാ ദിനം നാരീശക്തിക്കായി സമർപ്പിക്കുകയാണെന്നും തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഒരു ദിവസത്തിന് രാജ്യത്തിന് പ്രചോദനമേകുന്ന വനിതകൾക്ക് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ ശാസ്ത്രദിനത്തിൽ ഒരു ദിവസം ശാസ്ത്രജ്ഞനായി മാറാനുള്ള അവസരമുണ്ടെന്നും മോദി പറഞ്ഞു. രാജ്യത്തെ റിസർച്ച് ലാബുകളും പ്ലാനറ്റോറിയങ്ങളും സന്ദർശിക്കാൻ അവസരമുണ്ടാകും. ഇന്ത്യയുടെ AI കുതിപ്പിനെ കുറിച്ചും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ 119 പതിപ്പിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. साथियों, इस बार महिला दिवस पर मैं एक ऐसी पहल करने जा रहा हूं जो हमारी नारी शक्ति को समर्पित होगी. इस विशेष अवसर पर मैं अपने सोशल मीडिया अकाउंट जैसे एक्स, इंस्टाग्राम के अकाउंट्स, उनको देश की कुछ इंस्पायरिंग वुमेन को एक दिन के लिए सौंपने जा रहा हूं. ऐसी वुमेन जिन्होंने अलग अलग क्षेत्रों में उपलब्धियां हासिल की हैं, इनोवेशन किया है, अलग अलग क्षेत्रों में अपनी एक अलग पहचान बनाई है. 8 मार्च को वो अपने कार्य और अनुभवों को देशवासियों के साथ साझा करेगी. प्लेटफॉर्म भले ही मेरा होगा, लेकिन वहां उनके अनुभव, उनकी चुनौतियां और उनकी उपलब्धियों की बात होगी. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരം.
ഇന്നലെ അദ്ദേഹത്തിന് രക്തമാറ്റ ചികിത്സയും നടത്തി. വൻതോതിൽ പ്ലേറ്റ്ലെറ്റുകൾ കുറഞ്ഞതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ട സാഹചര്യം ഉണ്ടാക്കിയത്. മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി കഴിഞ്ഞ ദിവസത്തേക്കാൾ സങ്കീർണമായിരിക്കുകയാണ്. അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. അണുബാധയെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കാര്യമായി കുറഞ്ഞു. തുടർന്ന് അദ്ദേഹത്തിന് രക്തമാറ്റ ചികിത്സയും നടത്തേണ്ടി വന്നു. ഇക്കഴിഞ്ഞ ദിവസം ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിരുന്നു. പിന്നീടാണ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ആശങ്കാജനകമായത്. ജമേലി ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സ തുടരുകയാണ്. 14-നാണ് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. പൊതുവെ ഉല്ലാസവാനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എങ്കിലും ആരോഗ്യസ്ഥിതിയിലെ സങ്കീർണാവസ്ഥ തുടരുകയാണ്. കടുത്ത ന്യൂമോണിയ ബാധയെ തുടർന്ന് 14-നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഒരാഴ്ച കൂടി പൂർണ്ണ വിശ്രമം അദ്ദേഹത്തിന് വേണ്ടിവരുമെന്നും ഇന്നലെ അറിയിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. 2014 മുതൽ തടവിലാക്കിയ എല്ലാ ബന്ദികളുടെയും മോചനം ഉടൻ വേണമെന്ന് ഇസ്രയേൽ. ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇസ്രയേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് യോഗം ചേർന്നു. 63 പേർ 2014 മുതൽ ഗാസയിലെ വിവിധ ഇടങ്ങളിൽ ഹമാസിന്റെ തടവിൽ കഴിയുന്നുണ്ട്. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ പ്രകാരമുള്ള മുഴുവൻ ബന്ദികളുടെയും മോചനം ഇന്നലെ യാഥാർത്ഥ്യമായി. 505 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിനാണ് ഒരു പരിധിവരെ പരിഹാരമായത്. 2014 മുതൽ നിരവധി ഇസ്രയേൽ പൗരന്മാരെ ഹമാസ് ബന്ദികളാക്കിയിട്ടുണ്ട്. 63ഓളം പേർ ഇത്തരത്തിൽ ബന്ദികളായി കഴിയുന്നുണ്ട്. 63 പേരിൽ പകുതിയോളം പേർ മരിച്ചിരിക്കാമെന്നും ഇസ്രയേൽ കണക്കാക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ ഇവരുടെ മുഴുവൻ മോചനം സാധ്യമാക്കണമെന്നാണ് ആവശ്യം. അതേസമയം അടുത്ത ശനിയാഴ്ച മുതൽ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. ഇത്തരത്തിൽ കാലങ്ങളായി തടവിൽ കഴിയുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നത് ഉടൻ നടപ്പാക്കണമെന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത്. ബന്ദികളുടെ മോചനം സംബന്ധിച്ച നടപടികൾക്കായി ഇസ്രയേൽ ക്യാബിനറ്റ് യോഗം ചേർന്നു. ഇസ്രയേൽ ഹമാസ് ധാരണ പ്രകാരം വിട്ടുകൊടുക്കേണ്ട 600-ലേറെ പലസ്തീൻ യുദ്ധ തടവുകാരുടെ മോചനം ഇസ്രയേൽ വൈകിപ്പിച്ചിരിക്കുകയാണ്. ബന്ദികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകാതെ ഇക്കാര്യത്തിലും നടപടി ഉണ്ടാകില്ലെന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. സമവായത്തിനില്ലെന്ന് ഉറപ്പിച്ച് ശശി തരൂർ MP. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ മുന്നിൽ വേറെ വഴികളുണ്ടെന്നും കോൺഗ്രസിന് തരൂരിൻ്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ പാർട്ടിക്ക് നേതൃദാരിദ്ര്യമുണ്ട്. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നും ദേശീയ തലത്തിലും തിരിച്ചടികൾ നേരിടുകയാണെന്നും ശശി തരൂർ തുറന്നടിച്ചു. നേതൃത്വത്തിന് വഴങ്ങാൻ ഉദ്ദേശമില്ലെന്നും രാഹുലുമായി നടത്തിയ ചർച്ചയിൽ സമവായത്തിലെത്തിയിട്ടില്ലെന്നും വ്യക്തമാക്കുന്നതാണ് ശശി തരൂർ MPയുടെ പുതിയ പ്രതികരണം. പാർട്ടിക്ക് എന്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ എനിക്ക് മുൻപിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. കേരളത്തിൽ പാർട്ടിക്ക് നേതൃദാരിദ്ര്യമാണ്. യുവാക്കളെ ആകർഷിക്കാനും ജനപിന്തുണ നേടാനും നേതൃത്വത്തിന് സാധിച്ചില്ല. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കേണ്ടി വരുമെന്നും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്കാണ് കോൺഗ്രസിന്റെ യാത്രയെന്നും തരൂർ തുറന്നു പറഞ്ഞത് സംസ്ഥാന ദേശീയ നേതൃത്വത്തിനെ പ്രതിസന്ധിയിലാക്കും. UDF-ൽ ഘടകകക്ഷികൾ തൃപ്തരല്ലെന്നും ദേശീയ തലത്തിലും തിരിച്ചടി നേരിടുകയാണെന്നും തരൂർ വിമർശിച്ചു. പല സ്വതന്ത്ര ഏജൻസികളും നടത്തിയ അഭിപ്രായ സർവേകളിൽ നേതൃപദവിക്ക് താനും യോഗ്യനാണെന്ന് വ്യക്തമാക്കുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ തനിക്കും അർഹതയുണ്ടെന്ന് തരൂർ ചൂണ്ടിക്കാട്ടുകയാണ്. വോട്ട് ചെയ്ത ജനം തനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും കോൺഗ്രസിലെ മറ്റു ചില നേതാക്കൾക്കും തന്റെ അതേ അഭിപ്രായമുണ്ടെന്നും പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ വ്യക്തമാക്കി. ജനം, ഡൽഹി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വാർത്ത റിപ്പോർട്ട് ചെയ്ത ജിഷ്ണു കൃഷ്ണൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ ശശി തരൂരിൻ്റെ വാക്കുകളിൽ ചില നിർണായകമായ സൂചനകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന എന്ന് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ വേറെ വഴികളുണ്ടെന്നാണ്. ഏത് വഴിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന സൂചന ഈ അഭിമുഖത്തിലുണ്ടോ? അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഐസൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ശശി തരൂർ നിലവിൽ നേതൃത്വത്തിന്, കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ അഭിമുഖത്തിലും ഒപ്പം അഭിമുഖത്തെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളിലുമെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഐസൻ പറഞ്ഞതുപോലെ പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ തന്റെ മുൻപിൽ പുതിയ വഴികളുണ്ട്, മറ്റു വഴികളുണ്ട് എന്ന് ശശി തരൂർ MP വ്യക്തമാക്കുമ്പോൾ അത് ഏത് വഴിയാണ് ശശി തരൂർ തെരഞ്ഞെടുക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. അതിനപ്പുറം
അപ്പുറത്തേക്ക് ശശി തരൂരിന്റെ നിലവിലെ തുറന്നു പറച്ചിലുകളും നേതൃത്വത്തിനെതിരെയുള്ള രൂക്ഷ വിമർശനവും കോൺഗ്രസിന് എത്രത്തോളം ക്ഷീണം ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും രാഹുൽ ഇടപെട്ട് ചർച്ച നടത്തിയിട്ട് പോലും ശശി തരൂർ വഴങ്ങാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ പോലൊരു MP ഇത്തരത്തിൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നിൽക്കുന്നത് വലിയ തലവേദന കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിന് വരുത്തുകയാണ്. നേരത്തെയും സംസ്ഥാന നേതൃത്വത്തിന് വഴങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ KPCCക്ക് വഴങ്ങിക്കൊണ്ടായിരുന്നില്ല ശശി തരൂരിന്റെ പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ രാഹുൽ ഇടപെട്ട് ചർച്ച നടത്തിയിട്ടും ദേശീയ നേതൃത്വത്തിനും വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല ഈ അഭിമുഖത്തിൽ നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ ഒന്ന് നിലവിൽ സംസ്ഥാന കോൺഗ്രസിന് നേതൃദാരിദ്ര്യമാണ്. യുവാക്കളെ ആകർഷിക്കാനോ അല്ലെങ്കിൽ കരുത്തുറ്റ് മുൻപോട്ട് പോകാനോ നേതൃത്വത്തിന് സാധിക്കുന്നില്ല. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇരിക്കേണ്ടി വരും എന്ന് തരൂർ വിമർശിക്കുമ്പോൾ നിലവിലെ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം വെക്കുന്നു. ഒപ്പം താനും നേതൃത്വ പദവികൾക്ക് അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള പദവികൾക്ക് അർഹരാണ് എന്ന് തരൂർ തുറന്നടിക്കുന്നു. ദേശീയ നേതൃത്വത്തിലും പിഴവുകൾ ഉണ്ടാകുന്നു, ദേശീയ തലത്തിൽ തുടർച്ചയായി തിരിച്ചടികൾ നേരിടുന്നു തുടങ്ങിയിട്ടുള്ള രൂക്ഷമായ വിമർശനം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയാണ് പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള തരൂർ ഉന്നയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോൾ നിലവിൽ കൂടുതലൊന്നും പറയാനില്ല എന്നുള്ളതാണ് ശശി തരൂർ വ്യക്തമാക്കിയിട്ടുള്ളത്. 26-ന് ശശി തരൂരിന്റെ ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം സംസാരിക്കാം, മാധ്യമങ്ങളുമായി സംസാരിക്കാൻ യാതൊരു മടിയുമില്ല എന്നും സമയം വരുമ്പോൾ ഉചിതമായ സമയം വരുമ്പോൾ പൂർണ്ണമായ വിശദീകരിക്കാം എന്നുള്ളതാണ് തരൂർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഐസൻ. ശരി ജിഷ്ണു, ഇനി മറ്റൊരു സുപ്രധാന വാർത്തയിലേക്കാണ്. മഹാകുംഭമേള നടക്കുന്ന ഗംഗയിലെയും യമുനയിലെയും ജലം മലിനമാണെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതം. ജലം സ്നാനത്തിന് അനുയോജ്യമല്ലെന്ന തരത്തിലായിരുന്നു പ്രചരണം. വെള്ളത്തിലെ ബാക്ടീരിയയുടെയും മലിനീകരണത്തിൻ്റെയും പരിശോധനാ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് വ്യാജ പ്രചരണത്തിന് മറുപടി നൽകിയിരിക്കുന്നത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം ത്രിവേണി സംഗമത്തിലും വിവിധ സ്നാനഘട്ടുകളിലും ഈകോളി ബാക്ടീരിയയുടെ സാന്നിധ്യം അനുവദനീയമായ അളവിലും താഴെ മാത്രമാണുള്ളത്. കുംഭമേള ആരംഭിച്ചതിനു ശേഷമുള്ള പരിശോധനാ റിപ്പോർട്ടാണ് ജനം TVക്ക് ലഭിച്ചത്. ജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന ഘടകങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഈ ഘടകങ്ങളെല്ലാം സുരക്ഷിതമായ അളവിലാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ അമൃത സ്നാനം നടത്തിയ ഫെബ്രുവരി 12-ന് ത്രിവേണി സംഗമത്തിലും മറ്റ് പ്രധാന സ്നാനഘട്ടുകളിലും കോളിഫോം ബാക്ടീരിയയുടെ അളവ് 100 മില്ലി ജലത്തിൽ 200 മാത്രമാണ്. 100 മില്ലിയിൽ ഇതിന്റെ അളവ് 2500 വരെ സുരക്ഷിതമാണെന്നാണ് വിലയിരുത്തൽ. അന്നേ ദിവസം തന്നെ പ്രധാന സ്നാനഘട്ടുകളായ ദീഘാഘട്ട്, ഓൾഡ് നൈനി ബ്രിഡ്ജ് എന്നിവിടങ്ങളിലും യമുന ഗംഗയിൽ ചേരുന്നതിന് മുൻപുള്ള ഭാഗത്തും സമാനമാണ് പരിശോധനാ ഫലം. കുംഭമേള ആരംഭിച്ച ജനുവരി 12 മുതൽ ഫെബ്രുവരി 17 വരെയുള്ള കണക്കുകളാണ് പുറത്തുവിട്ടത്. നമാമി ഗംഗ സ്വച്ഛ് ഭാരത് പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പും മലിനീകരണ തോത് കുറയ്ക്കുന്നതിൽ ഗുണം ചെയ്തു. 4000 സന്നദ്ധ പ്രവർത്തകരെയാണ് സ്നാനം നടക്കുന്ന ഘട്ടുകളിൽ നദീ ശുചീകരണത്തിന് മാത്രമായി യോഗി സർക്കാർ നിയോഗിച്ചത്. നദീജലം മലിനമാണെന്ന് പ്രചരിപ്പിച്ച് മഹാകുംഭമേളയെ അവഹേളിക്കാൻ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും അഖിലേഷ് യാദവും അടക്കമുള്ളവർ നടത്തിയ പ്രസ്താവനകൾ വലിയ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയിരുന്നു. കേരളത്തിലെ ഇടത് കേന്ദ്രങ്ങളും ഈ പ്രചരണം ഏറ്റുപിടിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിട്ട ശാസ്ത്രീയ കണക്കുകൾ. ന്യൂസ് ഡെസ്ക് ജനം. തെലങ്കാനയിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിന്റെ മേൽക്കൂര തകർന്ന് തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ രക്ഷാദൗത്യം ആരംഭിച്ചു. സൈന്യവും ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 8 തൊഴിലാളികളാണ് ടണലിൽ കുടുങ്ങിക്കിടക്കുന്നത്. ബോറിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ളവ എത്തിച്ചു. തുരങ്കത്തിനകത്തു നിന്നുള്ള ദൃശ്യം രക്ഷാപ്രവർത്തകർ പങ്കുവച്ചു. അതേസമയം കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും എത്രയും പെട്ടെന്ന് തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ സാധിക്കട്ടെ എന്നും BJP നേതാവ് രാമചന്ദ്ര റാവു പ്രതികരിച്ചു. Collapsing is an unfortunate incident. Many people are stuck in the tunnel. But however, whatever may be the reasons, they now come out only after detailed inquiries. But meanwhile, BJP ministers, they were prompt to inform the NDRF and also other central agencies to come for rescue operations. At this stage, the rescue operation is very important. The saving of the lives of the innocent workers there has to be saved. That is the primary object. After the report comes, what are the main reasons, who is responsible, all these things, then I think the Bharatiya Janata Party will make a political statement on it.
But as of now, we are with the administration to save the lives of the people who are stuck in the tunnel. മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ് ഇനി. കണ്ണൂർ ആറളത്ത് ദമ്പതികളെ ആന ചവിട്ടിക്കൊന്നു. 13-ാം ബ്ലോക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് മരിച്ചത്. കശുവണ്ടി ശേഖരിക്കുന്നതിനിടെയാണ് ആന ആക്രമിച്ചത്. വാർത്തയുടെ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഇവരുടെ ആരോഗ്യസ്ഥിതി അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ സാധിച്ചോ, അതോ മൃതദേഹമാണോ കണ്ടെടുത്തത്? എത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഐസൻ, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഇത്തരമൊരു ദാരുണമായ സംഭവം കണ്ണൂർ ആറളത്ത് സംഭവിച്ചിരിക്കുന്നത്. ദമ്പതികളാണ് കാട്ടാനയുടെ അക്രമത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആറളം ഫാമിലെ 13-ാം ബ്ലോക്ക് കരിക്കമുക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് ഈ കാട്ടാനയുടെ അക്രമത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഭാര്യയും ഭർത്താവും പ്രദേശത്ത് അവരുടെ സ്ഥലത്ത് കശുവണ്ടി ശേഖരിക്കുന്നതിനിടയിലാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ഇടയിൽപ്പെടുകയും ഇവർ കാട്ടാനയുടെ അക്രമത്തിൽ ഇവർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഇവരുടെ മൃതദേഹമാണ് നാട്ടുകാർ കണ്ടെടുത്തത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആറളം ഫാമിലെ ഈ പുനരധിവാസ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ പ്രദേശവാസികളായി ഇരുവരും സ്വന്തം സ്ഥലത്ത് കശുവണ്ടി ശേഖരിക്കാനായി പോയത്. ഈ സമയത്ത് കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ അകപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാട്ടാന ചവിട്ടിക്കൊല്ലുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഇവരെ കാണാതിരുന്നതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ഇരുവരുടെയും മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതേസമയം അങ്ങോട്ടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാതെ നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. കാരണം ജനങ്ങളുടെ ജീവന് യാതൊരു വിലയുമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നതിനെതിരെയാണ് വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്ന് മൃതദേഹം അവിടെ നിന്നും മാറ്റാൻ അനുവദിക്കാതെ നാട്ടുകാർ പോലീസിനെ തടയുകയും ചെയ്തു. പ്രതിഷേധങ്ങൾക്കിടെ ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കത്തിലാണ് അധികൃതരുള്ളത്. അതേസമയം ഇപ്പോഴും അവിടെ ഈ കാട്ടാനക്കൂട്ടം അവിടെ തന്നെയുണ്ട്, ജനവാസ മേഖലയിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം സാധാരണഗതിയിൽ ആറളം ഒരു ആദിവാസി പുനരധിവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള ആളുകൾക്ക് അധികം പ്രവേശനമില്ലാത്തൊരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഈ മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ തോതിൽ വന്യമൃഗശല്യം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഏതാണ്ട് ഒരു മാസം മുമ്പാണ് ഈ ആറള ഫാമിന് തൊട്ടടുത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു പുലിയെ അവിടെ കെണിയിലകപ്പെട്ട രീതിയിൽ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത് കൃഷി നശിപ്പിക്കുന്നത് സ്ഥിരമായ ഒരു കാഴ്ചയായിരുന്നു ആറളം ഫാമിനെ സംബന്ധിച്ച്. ഇപ്പോൾ 2 ജീവനുകൾ നഷ്ടപ്പെടുന്ന ദാരുണമായ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇരുവരുടെയും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോവുകയാണ്. ആയിഷ. ശരി മിഥുൻ. യുക്രൈന് ശക്തമായ പിന്തുണ നൽകുമെന്ന് ആവർത്തിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. വ്ളാഡിമിർ സെലൻസ്കിയുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. യുക്രൈൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്നത് സംബന്ധിച്ച് അടുത്തയാഴ്ച നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ട്രംപുമായി സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയുടെ അന്യായ യുദ്ധത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് ബ്രിട്ടന്റെ നീക്കം. യുക്രൈന് ശക്തമായ പിന്തുണ ഉറപ്പാക്കുമെന്നും കെയർ സ്റ്റാമറുടെ വക്താവ് പറഞ്ഞു. യുക്രൈന്റെ പരമാധികാരം സംരക്ഷിക്കുക മാത്രമാണ് ലക്ഷ്യം. അടുത്തയാഴ്ച അമേരിക്കയിൽ നടക്കുന്ന പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്നും കെയർ സ്റ്റാമർ പറഞ്ഞു. ബ്രിട്ടന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതായി വോളോഡിമർ സെലൻസ്കിയും പറഞ്ഞു. Бажаю здоров'я, шановні українці. Українки. Сьогодні ми продовжуємо нашу міжнародну роботу. Нові перемовини з партнерами. Дуже корисні перемовини. Буде більше підтримки в Європі, більше взаємодії. Зараз ми робимо цілком конкретні речі для того, щоб розмови про Україну і про всю Європу відбувались за участі України і Європи. Я дякую кожному з партнерів за підтримку у цьому особливо. Говорив сьогодні з прем'єр-міністром Нідерландів. Я подякував йому. Нідерланди готові допомагати і надалі і більше. Це важливо. Це додаватиме стабільності і безпеки. നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ പാരീസിൽ യോഗം ചേർന്ന് യുക്രൈനെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. റഷ്യ യുക്രൈനെ വീണ്ടും ആക്രമിക്കില്ലെന്ന് അമേരിക്ക ഉറപ്പുവരുത്തണമെന്നും പാരീസിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ നിലപാടെടുത്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.
തിരുവനന്തപുരം ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തിന് സമീപമുള്ള കാഞ്ഞിരമ്മൂട് കടവിൽ ജല ആരതി നടത്തി. ഗംഗാ ആരതിക്ക് സമാനമായ രീതിയിലായിരുന്നു ചടങ്ങുകൾ. മഹേശ്വരാനന്ദ സരസ്വതി സ്വാമിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ. ദൃശ്യങ്ങൾ കാണാം. രാജ്യം രാജ്യാന്തരം സമാപിക്കുന്നു. ഇനി നാളെ കാണാം. നമസ്തേ.